ഇന്ന് തമിഴ്നാട്ടുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമായ കുസ്ക എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. തമിഴ്നാട്ടുകാർ ബിരിയാണി ഉണ്ടാക്കുന്നത് ബാസ്മതി റൈസിലാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല അവർ ബിരിയാണി ഉണ്ടാക്കുക. ചിക്കൻ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ചിക്കൻ പീസ് ബിരിയാണിയിൽ തന്നെ ഇട്ട് വേവിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. എന്തായാലും ആ ബിരിയാണിയുടെ റൈസ് ഐറ്റം മാത്രം ഞാനിന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. 5 മുതൽ 6 പേർക്ക് ഒരു നേരം കഴിക്കാൻ കൃത്യമായിരിക്കും ഈ അളവ്. അരി 2-3 പ്രാവശ്യം കഴുകി 30 മിനിറ്റ് കുതിർക്കാനായി വെക്കണം. അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ബേ ലീഫ് ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സവാള ചേർക്കുകയാണ്. സവാള നന്നായി സമയമെടുത്ത് വഴറ്റേണ്ടതുണ്ട്. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ വഴറ്റണം കേട്ടോ. എന്നാലേ നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. ഈ കളർ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മല്ലിയില ചേർത്തിട്ട് ഒരു 10 സെക്കൻഡ് ഇളക്കുക. പുതിനയില ചേർത്തിട്ട് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ഒന്നിച്ച് ചേർക്കരുത്. രണ്ടും തനി തന്നെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. റൈസിലേക്കായി ഞാൻ ഈ ഒരു പൊടി മാത്രമേ ചേർത്തുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കാം. പൊടിയുടെ പച്ചമണം മാറിയതും അതിലേക്ക് തക്കാളി, കല്ലുപ്പ്, പച്ചമുളക് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വെന്ത് കുഴഞ്ഞു വരണം. തക്കാളി പെട്ടെന്ന് കുഴഞ്ഞു വരാനായി ഞാനൊരു പാത്രം ഇട്ട് അടച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. മസാലയിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് തൈരാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഈ മസാലയിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർക്കണം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ളതാണ്. ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത്. സോ 7 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരടപ്പിട്ട് അടച്ചിട്ടുണ്ട്. നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ സിമ്മിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ കുതിർക്കാനിട്ടിരുന്ന അരി വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചേർക്കുകയാണ്. തിരിച്ചു മറിച്ചിട്ട് ഒരുപാട് ഇളക്കരുത്, കാരണം അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കരണ്ടി വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്രേ മാത്രമേ പാടുള്ളൂ. ഒന്ന് അടച്ച് വെക്കുക. തിള വന്നതും തുറന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി ഈ അരിയുടെയും വെള്ളത്തിൻ്റെ അളവ് ഒരേ ലെവലിൽ വരണം കേട്ടോ. ആ ലെവലാകുമ്പോൾ നമ്മൾ വീണ്ടും അടപ്പിട്ട് അടച്ചിട്ട് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും സാധനം എടുത്തിട്ട് അതിൻ്റെ മേലെ വെക്കുക. നമ്മൾ ഈ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കില്ലേ, അതുപോലെ. തീ സിമ്മിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ സിമ്മിൽ കിടന്നിട്ട് വേവട്ടെ. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. വീണ്ടും ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തുറന്ന് നോക്കുക. പതുക്കെ ഇളക്കി കൊടുക്കുക. എനിക്കിവിടെ അരി ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. പാകത്തിനുള്ള വേവി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നും വേണമെന്നില്ല. നമ്മൾ സാലഡ് ഉണ്ടാക്കില്ലേ, തൈരും ഉള്ളിയൊക്കെ ഇട്ടിട്ട്, അത് തന്നെ ധാരാളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കേരളത്തിൽ അത്ര സുലഭമായി കണ്ടിട്ടില്ല ഇത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇതുപോലുള്ള റെസിപ്പീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ. അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.